വെൽക്കം ബാക്ക് ടു കോമഡി മാസ്റ്റേഴ്സ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ടീം നമ്മളോടൊപ്പം വീണ്ടും ജോയിൻ ചെയ്യാണ്. പെണ്ണ് കേസ് എന്ന സിനിമയുടെ വിശേഷങ്ങൾ പറയാനാണ് ഇവരെല്ലാരും എത്തിയിരിക്കുന്നത്. യെസ്, അപ്പൊ അഖിലേട്ടാ, നമ്മുടെ പെണ്ണ് കേസ് സിനിമയെ പറ്റി റിലീസിംഗ് അങ്ങനത്തെ എല്ലാ വിശേഷങ്ങളും കൂടെ ഒന്ന് ഷെയർ ചെയ്യാം. ഈ നവംബർ മാസത്തിൽ തന്നെ ഈ സിനിമ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരും ഈ സിനിമ പോയി കാണണം. തമാശയുള്ള കുറച്ച് നൊമ്പരങ്ങളൊക്കെ ഉള്ള നല്ല ശുഭപര്യാവസ്ഥയായിട്ട് അവസാനിക്കുന്ന ഒരു പടമാണ്. ഒരുപാട് പേരുണ്ട് ആർട്ടിസ്റ്റുകൾ. നിഖില വിമൽ, അജു വർഗീസ്, പിഷാരടി, ഇർഷാദ് ഖാൻ, ഒരുപാട് ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പോൾ എല്ലാവരും പോയി കാണുക, പ്രോത്സാഹിപ്പിക്കുക. ഹക്കീമാണ് നല്ലൊരു മേജർ റോൾ ചെയ്യുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ എല്ലാവരും പോയി കാണും. നിങ്ങളും തിയേറ്ററിൽ പോയി തന്നെ കാണണം. ഇതെല്ലാം പറഞ്ഞു കഴിയുമ്പോഴേ നമ്മൾ എല്ലാവരുടെയും പെർഫോമൻസ് ഉണ്ട്. ഈ അഖിലേന്റെ പെർഫോമൻസ് നമ്മൾ ഇതുവരെ ഒന്നും കണ്ടില്ല. അപ്പൊ എന്റെ ആഗ്രഹം എന്ന് പറയുന്നത് അഖിലേന്റെ ബെസ്റ്റ് ഫ്രണ്ടായ നോബി ചേട്ടന്റെ സൗണ്ട് എടുക്കണം. അതെങ്ങനെയുണ്ട്? നോബി സൗണ്ടാ ഇവ എന്നാ എത്രയോ പേരെടുത്ത് എന്റെ സൗണ്ടിൽ വിളിച്ച് കടം ചോദിച്ചിട്ടുണ്ട്. അതെ, ഇവന്റെ സൗണ്ട് ആദ്യം ചെയ്യുന്നത് പണ്ട് കൈരളിയുടെ സീരിയൽ ഉണ്ടായിരുന്നു. അത് ഇവൻ അഭിനയിച്ചിട്ട് ഇവൻ ട്രിപ്പ് പോയി. അപ്പോൾ ഡബ് ചെയ്യാൻ ആളില്ല. എനിക്ക് അന്ന് അവന്റെ സൗണ്ട് അറിഞ്ഞൂടാ. അങ്ങനെ ഞാൻ സ്റ്റുഡിയോ ചെന്നിരിക്കും. ഞാൻ എന്നിട്ട് അതിൽ ഇവന് പപ്പ എന്നാണ് വിളിക്കുന്നത്. എന്റെ പൊണ്ണ് പപ്പ. അപ്പൊ കിട്ടൂല കേട്ടോ, ഈ സൗണ്ട് കിട്ടണില്ല. അപ്പൊ വീണ്ടും ഞാൻ അപ്പം കുറച്ചുകൂടെ പിടിയിടാ. അവസാനം ഞാൻ അറിയാമോ, ഇത് ഡബിങ്ങിന്റെ മൈക്ക് മൂക്കിങ്ങനെ പിടിക്കും. എന്റെ പൊന്ന് പപ്പ, നിങ്ങളൊരു കാര്യം പറഞ്ഞു ഇങ്ങനെ പിടി, കറക്റ്റ് അടുത്ത എപ്പിസോഡ് ആ മൂക്കി പിടിക്കുന്ന വിളി ഡബി. അങ്ങനെ ഡെയിലി അവന്റെ വോയിസ്, അവന്റെ സ്ലാങ്, അവന്റെ തിങ്സും പരിപാടിയൊക്കെ എളുപ്പമാണ്. എന്റെ പൊന്നളിയ ഇന്നൊരു പരിപാടി ഉണ്ട്, അവിടെ ചിരിച്ചിരിച്ചിട്ട് ഊപ്പാട് ഈ ഒരു വോയിസ്. കാരണം അന്ന് അറിയില്ല, അന്ന് അത്രയും ഞാനാണ് ഡബ് ചെയ്തത്. ആ സമയത്ത് ബെഞ്ചിത്തണ്ണം വിളിക്കും, ഡേയ് വാടേ മൂക്കി പിടിക്കാൻ സമയമായി. 3 എപ്പിസോഡ്. എന്റെ പൊന്ന് പപ്പ. നോബി വോയിസ് അങ്ങനെയാണ് ചെയ്യുന്നത്. ശരി, അപ്പൊ നോബിചേട്ടന്റെ സൗണ്ട് എന്തെങ്കിലും കുറച്ച് നമ്മൾ ചെറിയൊരു പരിപാടി. വേറെ ഒരു മോർഫിംഗ്. അതെന്താ സംഭവം? അതായത് ലാലേട്ടനിൽ നിന്ന് MG ശ്രീകുമാറിലേക്ക് മാറുന്നു. പരകായ പ്രവേശം. പ്രകടനങ്ങൾ, വിസ്മയങ്ങൾ നിമിഷ നേരം കൊണ്ട് വേറൊരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് മാറുന്നു. ഇതിനുശേഷം ഇവൻ നെഞ്ചിൽ ആട്ടുകൾ വെച്ച് ട്യൂബ് തിന്നു. ആദ്യത്തെ അഖിലിന്റെ ഐറ്റം എന്ന് പറയുന്നത് മോഹൻലാലിൽ നിന്നും MG ശ്രീകുമാറിലേക്കുള്ള പരകായ പ്രവേശനം. വീരൻ പടയുടെ വൻമുടിയേറ്റി കൊട്ടിക്കേറും താളം. ഇത് മുള്ളൻ കൊല്ലിക്കുന്നിൻ മേലെ കാവടിയേന്തും മേളം. ഇന്നക്കരയുള്ളവൻ ഇക്കരയെത്തും തക്കിടി തക്കിലടി മേളം. ഇത് മാമലമേലെ സൂര്യനുദിക്കും പുലരി കതിരിൻ വെള്ളിത്തേര്. കാടും മലയും പുഴയും കടന്ന് കയറി വരുന്നൊരു വള്ളിത്തേരാണേ. പടയുടെ ചെമ്പട കൊട്ടിക്കോലം തുള്ളും താളം. വീരൻ പടയുടെ വൻമുടിയേറ്റി കൊട്ടിക്കേറും താളം. ഇത് പുള്ളൻ കൊല്ലിക്കുന്നിൻ മേലെ കാവടിയേന്തും. ഒരു കാര്യം ചെയ്യാം, എല്ലാവർക്കും ഇങ്ങനെ ഡാൻസ് കളിച്ച് നമുക്ക് നിങ്ങൾ വൈൻഡപ്പ് ചെയ്തേക്കാം. എന്ത് പറയുന്നു? ലാലേട്ടും MG ഒക്കെ അങ്ങ് ഇറങ്ങട്ടെ. ശ്രീവിദ്യ, ഡയന, എല്ലാവരും നിറന്നാട്ടെ.